അഭിഷേക 2010 കൊല്ലം നഗരമധ്യത്തിൽ റേച്ചൽ ലൂക്ക് എന്ന പേരുള്ള ഒരു വയോധിക കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു. പക്ഷേ പ്രതിയിലേക്ക് എത്തിയ പോലീസിന്റെ കേസ് അന്വേഷണം സിനിമാ കഥകളെ വെല്ലുന്ന രീതിയിലായിരുന്നു. എന്തായിരുന്നു ആ ഒരു കേസ്? പൊതുവെ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെട്ട ക്രൈമുകളിലാണ് പോലീസ് പൊതുവെ വട്ടം ചുറ്റുന്നത്. കാരണം ആ ഒരു സംഭവം കൃത്യം നടത്തിയതിന് ശേഷം സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുന്ന ഒരാളെ കണ്ടെത്തണമെങ്കിൽ അയാൾക്ക് പിറകെ പോകണം. അത് പിന്നീട് പല സിനിമകൾക്ക് ആധാരമായിട്ടുണ്ട്. കണ്ണൂർ സ്ക്വാഡ് പോലുള്ള സിനിമകളിലൊക്കെ അതൊക്കെ പ്രമേയമായിട്ട് വന്നിട്ടുണ്ട്. കേരള പോലീസിന് അങ്ങോട്ടേക്ക് പോകുന്ന പരിമിതികളൊക്കെയാണ് ഇതിവൃത്തം. പക്ഷേ ഈ ഒരു സംഭവത്തിൽ കേരള പോലീസിന് മേലുദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വളരെയധികം സഹകരണം ഉണ്ടായി. അവരത്തരത്തിൽ അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു കേസാണ് കൊല്ലത്ത് പട്ടത്താനം. കൊല്ലം നഗര മധ്യത്തിലാണ് ഈ പട്ടത്താനം എന്ന് പറയുന്ന പ്രദേശം. അവിടെ റേച്ചൽ ലൂക്ക് എന്ന 76 വയസ്സുകാരിയായ വയോധിക വീടിനുള്ളിൽ അതിക്രൂരമായ നിലയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു. ഈ സ്ത്രീയുടെ ഒപ്പം താമസിച്ചിരുന്നത് അവരുടെ ഒരു ഹോം നേഴ്സാണ്, രാധിക എന്നാണ് അവരുടെ പേര്. ഈ മൃതദേഹം കണ്ടെത്തുന്ന സമയത്ത് അയൽക്കാരടക്കം അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഈ റേച്ചൽ ലൂക്കിന്റെ ബെഡ്റൂമിൽ തന്നെയാണ് ഈ രാധിക എന്ന ഹോം നേഴ്സും കിടക്കാറുള്ളത്. ഈ റേച്ചൽ ലൂക്ക് അവിടെ മരണപ്പെട്ട് കിടക്കുന്നു. സമീപത്ത് തന്നെ ഈ രാധിക എന്ന ഹോം നേഴ്സിനെ കട്ടിലിൽ കെട്ടിയിട്ട നിലയിലാണ്. ഇവരുടെ മുഖത്ത് കഠിനമായ ക്രൂരമായ മർദ്ദനമേറ്റ പാടുകളുണ്ട്. ഇത് കൂടാതെ ഈ ഒരു സ്ത്രീയുടെ വായിലേക്ക് ഇവർ പുറത്തേക്ക് ഒച്ചയൊന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഒരു തുണി തിരുകിയിട്ടുണ്ട്. അങ്ങനെ ഇവർക്ക് ശബ്ദമുണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല മൃതദേഹം കണ്ടെത്തുന്ന സമയത്ത് അവരുടെ അവസ്ഥ. പക്ഷേ ക്രൂരമായ ആക്രമണം മാത്രമാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. ഇവർ മരണപ്പെട്ടിരുന്നില്ല. അങ്ങനെ പോലീസ് അന്വേഷണം ആദ്യമായി ഒരു ദൃക്സാക്ഷിയുള്ള കേസാണ്. പക്ഷേ ദൃക്സാക്ഷിയുള്ള കേസാണെങ്കിൽ പോലും പ്രതിയെ കണ്ടുപിടിക്കാൻ പൊതുവെ പ്രയാസകരമാണ്. ദൃക്സാക്ഷി ഇല്ലാത്ത കേസാണെങ്കിൽ പോലും പ്രതി ആരെന്നറിഞ്ഞാലും അവരെ കണ്ടെത്താൻ അല്പം താമസമുണ്ടായേക്കും. എന്നാൽ ഈ സംഭവത്തിൽ ഈ രാധിക എന്ന സ്ത്രീ ഈ പ്രതിയെക്കുറിച്ച് കൃത്യമായ വിവരം പോലീസിന് നൽകി. കാരണം ഈ രാധികയുടെ സഹോദരിയുണ്ട് രമ്യ. ഈ രമ്യയുടെ ഭർത്താവ് സന്തോഷ് ഒരു നേപ്പാൾ സ്വദേശിയാണ്. ഇരുവരും ചേർന്നാണ് ഈ ഒരു കൊലപാതകം നടത്തിയത് എന്നുള്ള ഒരു വിവരം ഈ രാധിക പോലീസിന് കൈമാറി. അപ്പോൾ തന്നെ പ്രതി ആരാണെന്ന് ഉറപ്പിച്ചു. ഇനി കണ്ടെത്തേണ്ടത് പ്രതിയാണ്. കാരണം ഒരു നേപ്പാൾ പശ്ചാത്തലമുള്ള ഒരാളാണെങ്കിൽ പൊതുവെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെട്ട കേസുകളിൽ പറയുന്നത് പോലെ ഇയാൾ നേപ്പാളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കേരള പോലീസിന് അവിടെ പോയി പിടിക്കുക പ്രയാസകരമാണ്. ഇവർ എവിടെ പോയും പിടിക്കും. പക്ഷെ അതിനുള്ള പിന്തുണ ഈ ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ നിന്ന് തന്നെ അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെ ഇവര് ഈ സ്ത്രീയുടെ വായിൽ നിന്ന് തന്നെ, ഈ രാധിക എന്ന ഹോം നേഴ്സിന്റെ വായിൽ നിന്ന് തന്നെ ഇവര് എവിടെ പോയിരിക്കാം എന്നുള്ളൊരു ക്ലൂ പോലീസിന് കിട്ടി. ഇവർ ഈ കൊലപാതകം നടത്തുന്നതിനിടെ, ഇവരെ മർദ്ദിക്കുന്നതിനിടെ പറയുന്നുണ്ടായിരുന്നു, ഇവരുടെ വായിൽ നിന്ന് കേട്ടതാണ്, ഇവർ ഡൽഹിയിലേക്ക് പോയി അവിടെ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് പോകാനായിട്ട് ഒരു പ്ലാൻ ഇടുന്നത് ഈ രാധിക കേട്ടിരുന്നു. അതുപ്രകാരം പോലീസിന് അത്തരത്തിലൊരു വിവരം ഇവർ കൊടുക്കുന്നു. എന്നാൽ ഇത് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചൊരു കാരണമായിട്ട് രാധിക പറയുന്നത്, ഈ രാധികയുടെ വിവാഹ സമയത്ത് കുറച്ച് സ്വർണം ഈ റേച്ചൽ ലൂക്ക് ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഈ രമ്യയുടെ ഭർത്താവായ സന്തോഷും ഒരു ദിവസം സംഭവം നടക്കുന്നതിന്റെ തലേ ദിവസം ഈ റേച്ചൽ ലൂക്കിന്റെ വീട്ടിലേക്ക് എത്തിയ അവരുടെ ആവശ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇവർക്ക് നേപ്പാളിൽ ഒരു മരുന്ന് കടയുമായി ബന്ധപ്പെട്ട ഒരു ബിസിനസ് തുടങ്ങാൻ സന്തോഷ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ റേച്ചൽ ലൂക്ക് ഈ രാധികയ്ക്ക് കല്യാണ സമയത്ത് കുറച്ച് സ്വർണം കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ സ്വർണം ഇപ്പോൾ ഇവർക്ക് കൊടുക്കുകയാണെങ്കിൽ തങ്ങളൊരു ബിസിനസ് തുടങ്ങുകയും അതിൽ നിന്ന് പച്ച പിടിച്ചതിന് ശേഷം ഇവരുടെ കല്യാണം മംഗളകരമായി നടത്താമെന്നൊരു ആവശ്യവുമായിട്ടാണ് ഇവർ തലേ ദിവസം റേച്ചൽ ലൂക്കിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. പക്ഷേ ഈ ഒരു ആവശ്യം റേച്ചൽ ലൂക്ക് തള്ളുകയും പിന്നീട് അവർ ആ ദിവസം ആ വീട്ടിൽ തങ്ങുകയും അന്ന് അർദ്ധരാത്രിയോടെ അന്ന് ഇവരുടെ റേച്ചൽ ലൂക്കിന്റെ വീടിന്റെ വാതിലിൽ തട്ടുകയും വീണ്ടും ഈ ആവശ്യം ഉന്നയിക്കുകയും അത് എതിർത്ത റേച്ചൽ ലൂക്കിനെ കൊലപ്പെടുത്തുകയും ഈ ഹോം നേഴ്സിനെ കെട്ടിയിട്ടതിന് ശേഷം കടക്കുകയുമായിരുന്നു. അപ്പോൾ പോലീസ് പൊതുവെ ഈ ഗൂർഖകൾ, ഇയാളൊരു ഗൂർഖയാണ്, നേപ്പാളിൽ നിന്ന് വന്ന ഗൂർഖയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗൂർഖകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇവർക്ക് പകല് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല. രാത്രിയാണ് ഇവർ പൊതുവെ പുറത്തിറങ്ങാറുള്ളത്. അപ്പോൾ കൊല്ലം നഗരം കേന്ദ്രീകരിച്ചുള്ള ഗൂർഖകളൊക്കെ ഒരു സംഘമായി ജീവിക്കുന്ന ആളുകളാണ്. ഇവർക്ക് പരസ്പരം ഒരു കണക്ഷൻ ഉണ്ടാകും. അങ്ങനെ കൊല്ലം നഗരത്തിൽ ഗൂർഖകളെ ഇവർ അന്വേഷിച്ചിറങ്ങി. പോലീസ് അതിനു മുൻപ് ഈ രാധിക പറഞ്ഞത് പ്രകാരം ഇവർ ഡൽഹിയിലേക്കാണ് രക്ഷപ്പെടുന്നതെങ്കിൽ അവർ കേരളം വിട്ട് പോകാതിരിക്കാൻ വേണ്ട ഒരു പ്രീക്കോഷൻ എടുത്തു. അതിൻ്റെ പ്രകാരം കിളികൊല്ലൂർ SI ആയിരുന്ന ഒരു അലക്സാണ്ടർ തങ്കച്ചൻ, അദ്ദേഹത്തെ ഇതിനുവേണ്ടി നിയോഗിച്ചു. അന്നേരം കൊല്ലത്ത് നിന്ന് ന്യൂഡൽഹിയിലേക്ക് അന്നേ ദിവസം പോകുന്നത് ഒരു കേരള എക്സ്പ്രസ് ആണ്. അത് ഈ ഒരു വിവരം, ഈ രാധികയിൽ നിന്ന് ഈ ഒരു വിവരം അറിയുന്നതിന് മുൻപ് തന്നെ ഈ ഒരു ട്രെയിൻ കൊല്ലം സ്റ്റേഷൻ വിട്ടു പോയിരുന്നു. അങ്ങനെ പോലീസ് സംഘം ഈ അലക്സാണ്ടർ
തങ്കച്ചൻ്റെ നേതൃത്വത്തിലൊരു ഒരു സംഘം, അന്വേഷണ സംഘം ഈ ട്രെയിനെ ചേസ് ചെയ്ത് റോഡ് മാർഗം എറണാകുളത്തേക്ക് പോകുന്നു. എറണാകുളം നഗരത്തിലെത്തി അപ്പോൾ ഏകദേശം ഈ ട്രെയിൻ അവിടെ എത്തുന്ന സമയമാണ്. ഈ ട്രെയിൻ പരിശോധിക്കുമ്പോൾ ട്രെയിനകത്ത് ഇവരില്ല. അങ്ങനെ ഇവരെങ്ങോട്ട് പോയി എന്ന് അറിയില്ല. ആ ദിവസം ന്യൂഡൽഹിയിലേക്ക് മറ്റ് ട്രെയിനുകളൊന്നുമില്ല. അങ്ങനെ തിരിച്ചെത്തിയാണ് ഈ ഗൂർഖകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നത്. അങ്ങനെ അന്വേഷിക്കുമ്പോൾ കുറേ ഗൂർഖകളെ കണ്ടു. അതിലൊരു ഗൂർഖയ്ക്ക് ഈ സന്തോഷിനെ പരിചയമുണ്ടായിരുന്നു. അതും അയാളാണ് സന്തോഷിനെക്കുറിച്ചുള്ള ആദ്യത്തെ വിവരങ്ങൾ പോലീസിന് കൈമാറുന്നത്. ഇയാൾ കാഠ്മണ്ഡുവിൽ നിന്ന് അധികം ദൂരെയുള്ള ഒരു പ്രദേശത്ത്, വിദൂരമായ ഒരു പ്രദേശത്തെ ഒരു മലമുകളിൽ താമസിക്കുന്ന ഒരാളാണ്. അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുക തന്നെ അസാധ്യമാണ്. കാരണം ഇയാളുടെ കുടുംബ പശ്ചാത്തലം അത്യാവശ്യം ക്രിമിനൽ വാസനയുള്ള ആളുകളുള്ള കുടുംബത്തിൽ നിന്നാണ് സന്തോഷ് കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ ഇയാളുടെ വായിൽ നിന്ന് മറ്റൊരു വിവരം കൂടി പോലീസ് അറിയുന്നു. ഇയാൾ അന്നൊരു ഹോളിയുമായി ബന്ധപ്പെട്ടൊരു സമയമാണ്. അപ്പോൾ ഈ ഹോളി ആഘോഷിക്കാനായിട്ട് ഇയാളെ സന്തോഷ് മുൻപ് ക്ഷണിച്ചിട്ടുണ്ട്. അത് പ്രകാരം അന്ന് പറഞ്ഞിരുന്നത് പ്രകാരം കോയമ്പത്തൂരിൽ എത്തുക, അതിനുശേഷം ഒരു 86-ാം നമ്പർ ബസ്സിൽ കയറി റൗക്കിപ്പാല്യം എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് എത്തുക എന്നാണ് ഇയാളോട് പറഞ്ഞിരുന്നത്. ഈ വിവരം ഇയാൾ പോലീസിന് കൈമാറി. അപ്പോൾ പോലീസിന് മുന്നിൽ രണ്ട് കൺഫ്യൂഷനാണ്. ഇയാൾ ഡൽഹി വഴി കാഠ്മണ്ഡുവിലേക്ക് പോയോ അതോ കോയമ്പത്തൂരിലേക്ക് പോയോ എന്നുള്ളൊരു സംശയമുണ്ടായി. എന്തായാലും പോലീസ് ഒരു കാഠ്മണ്ഡുവിലേക്ക് പോകാനുള്ള ഒരു പോലീസ് സംഘത്തെ അന്നേരം തന്നെ തയ്യാറാക്കി നിർത്തി. അവർക്ക് വിമാന ടിക്കറ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ മേലുദ്യോഗസ്ഥരുടെ തലത്തിൽ നിന്ന് തന്നെ. കാരണം ഔദ്യോഗികമായൊരു വലിയ സ്ഥാനം വഹിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ് കൊല്ലത്ത് വീട്ടിനുള്ളിൽ അതിദാരുണമായ രീതിയിൽ കൊല്ലപ്പെട്ടത്. അപ്പോൾ അതൊരു പോലീസിൻ്റെ കൂടി, കൊല്ലം നഗരത്തിനുള്ളിൽ നടന്നൊരു കൊലപാതകം എന്ന നിലയിൽ അതിനൊരു പ്രാധാന്യമുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സംഘം പോലീസുകാരെ കാഠ്മണ്ഡുവിലേക്ക് അയക്കാൻ വിമാന ടിക്കറ്റ് അടക്കം തയ്യാറാക്കി വെച്ചു. മറ്റൊരു സംഘം, ഈ അലക്സാണ്ടർ തങ്കച്ചൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം നേരെ കോയമ്പത്തൂരും പോയി. അങ്ങനെ കോയമ്പത്തൂരിലെത്തി ഈ കൊല്ലത്ത് പയറ്റിയ അതേ തന്ത്രം, ഈ ഗൂർഖകളെ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം. കോയമ്പത്തൂർ പോലൊരു മഹാനഗരത്തിൽ പൊതുവെ രാത്രി മാത്രം പുറത്തിറങ്ങുന്ന ഗൂർഖകൾക്കിടയിൽ ആ ഒരു സന്തോഷിനെയും ഭാര്യ രമ്യയ്ക്കും വേണ്ടിയുള്ള അന്വേഷണം ഏറെക്കുറെ വിഫലമായി. എന്നിട്ടും അവർ വീണ്ടും അന്വേഷണം തുടർന്നു. അതിനിടെ മറ്റൊരു തന്ത്രമാണ് അവിടെ പോലീസ് ആവിഷ്കരിച്ചത്. അവിടെ ഇവരൊരു റിക്രൂട്ടിംഗ് ഏജൻസി എന്ന വ്യാജേന, അവിടെ റിക്രൂട്ടിംഗ് ഏജൻസിക്കാരെന്ന വ്യാജേന ഗൂർഖകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവരോട് പറയുന്നു, എറണാകുളത്ത് പുതുതായി ആരംഭിക്കുന്ന ഒരു ഏജൻസിയിൽ നിന്നാണ് തങ്ങൾ വരുന്നത്. അപ്പോൾ തങ്ങൾക്ക് ആരോഗ്യ ദൃഢഗാത്രരായ 30ഓളം ഗൂർഖകളെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ഗൂർഖകളുടെ കൂടി ആവശ്യമായി മാറി. അവർ ഈ നാട്ടിലുള്ള കോയമ്പത്തൂരും പരിസര പ്രദേശങ്ങളിലുമുള്ള എല്ലാ ഗൂർഖകളെയും ഇവരെ കൊണ്ടുപോയി നടന്ന് കാണിച്ചു കൊടുത്തു. എന്നാലും അന്നേ ദിവസം ഒരു 450-ലധികം ഗൂർഖകളെ ഇത്തരത്തിൽ അലക്സാണ്ടർ തങ്കച്ചനും സംഘവും നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. എന്നിട്ടും സന്തോഷിലേക്ക് എത്താനുള്ള ഒരു വഴിയും അത് തുറന്നു കൊടുത്തില്ല. ഈ കൊല്ലത്ത് നിന്നുള്ള ഒരു ഗൂർഖയും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. എന്നിട്ടും ഈ രമ്യയെക്കുറിച്ചോ സന്തോഷിനെക്കുറിച്ചോ യാതൊന്നും തന്നെ അവർക്ക് ലഭിച്ചില്ല. അങ്ങനെ നിരാശരായി പിറ്റേ ദിവസവും അവിടെ തുടരാൻ അവർ തീരുമാനിക്കുന്നു. അപ്പോഴും ഇവർ ഡൽഹി വഴി കാഠ്മണ്ഡുവിലേക്ക് പോയി കാണുമോ എന്നൊരു ഭയം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം അലക്സാണ്ടർ തങ്കച്ചൻ്റെ മനസ്സിൽ മറ്റൊരു സംശയം ഉടലെടുത്തു. കാരണം ഈ കൊല്ലത്തെ ഗൂർഖയോട് നേരത്തെ ഇയാൾ പറഞ്ഞിട്ടുള്ളത് പ്രകാരം ഇയാൾ കോയമ്പത്തൂരിൽ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് 86-ാം നമ്പർ ബസ്സിൽ കയറി റൗക്കിപ്പാല്യം എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് പോയി കാണുമോ, ആ വഴിക്കൊന്ന് അന്വേഷിക്കാമെന്ന് ഇവർ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിലെത്തി അവിടെ അന്വേഷിക്കുമ്പോൾ റൗക്കിപ്പാല്യം എന്ന് പറയുന്ന ഒരു സ്ഥലം അവിടെ ഇല്ല. രാഖിപ്പാളയം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ 86, 26 അങ്ങനെ പല നമ്പറാണ് ബസ്സിന്. അപ്പോൾ ഈ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ രാഖിപ്പാളയം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, രൗക്കിപ്പാളയം എന്ന് പറയുന്ന ഒരു സ്ഥലമില്ല. കാരണം ഈ നേപ്പാളികളാണ്, ഗൂർഖകളാണ്, അവർക്ക് പ്രൊനൗൺസിയേഷനിൽ അടക്കം വരുന്ന തെറ്റുകുറ്റങ്ങൾ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അയാൾ അങ്ങനെ ഉച്ചരിച്ചത് എന്ന് ഒരു നിഗമനത്തിലെത്തുകയും ഈ രാഖിപ്പാളയത്തേക്ക് പോലീസ് സംഘം പോവുകയും ചെയ്തു. അങ്ങനെ അവിടെ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടക്കുന്നു, അതും വിഫലമാകുന്നു. അങ്ങനെ ഏകദേശം വൈകുന്നേരം 4:30-യോടെ സമീപത്തുള്ള ഒരു ചായക്കടയിൽ ഈ പോലീസ് സംഘം ചായ കുടിക്കാൻ കയറി. അപ്പോൾ മഫ്തിയിലായിരുന്നു. കാരണം തലേ ദിവസം ഈ റിക്രൂട്ടിംഗ് ഏജൻസിക്കാരെന്ന വ്യാജേനയാണ് ഗൂർഖകൾക്കിടയിലേക്ക് ഇവർ ഇറങ്ങിച്ചെന്നത്. അപ്പോൾ അവിടെയും അതേ തന്ത്രം തന്നെ അവർ സ്വീകരിക്കുകയും ആ നാട്ടിലും സമാന രീതിയിൽ അന്വേഷണം നടത്തുന്നു. അതിനെ തുടർന്ന് അന്വേഷണം വിഫലമായി. ആ ചായക്കടയിൽ ചായ കുടിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഇയാളുടെ സമീപത്തുണ്ടായിരുന്ന, ഈ അലക്സാണ്ടർ തങ്കച്ചൻ്റെ സമീപത്തുണ്ടായിരുന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമീപത്തായിട്ട് എതിർ ദിശയിൽ ഒരു സ്ത്രീ വരുന്നു. അന്നേരം അലക്സാണ്ടർ തങ്കച്ചനോട് പറയുന്നു, നമ്മുടെ കഥയിലെ കഥാപാത്രമല്ലേ ആ വരുന്നതെന്ന് ചോദിക്കുന്നു. പെട്ടെന്ന് ഇയാൾ
ഇവരുടെ കയ്യിൽ നിന്ന് ഈ സഹോദരി രാധികയുടെ കയ്യിൽ നിന്നൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ മാത്രമാണ് ഈ രമ്യയുടേതായി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചാണ് ഏകദേശം ആ ഒരു രൂപത്തിലുള്ള ഒരു സ്ത്രീയാണ് നടന്നു വരുന്നത്. അങ്ങനെ ഇവർ നേരെ ഇവരുടെ വട്ടം കുറുകെ ചെന്ന് നിന്ന് ചോദിച്ചു, രമ്യയല്ലേ എന്ന് ചോദിച്ചു. രമ്യയല്ലേ എന്ന് ചോദിക്കുമ്പോൾ മറുപടി അതേ എന്ന് മലയാളത്തിൽ തന്നെ മറുപടി തന്നു. അപ്പോൾ തന്നെ ഉറപ്പിച്ചു ഇത് അവരാണ്. അങ്ങനെ പോലീസ് സംഘം ഇവരെ ചുറ്റും വട്ടം വളഞ്ഞ് ഇവരോട് ചോദിക്കുന്നു സന്തോഷ് എവിടെയാണ്. കാരണം ഈ സംഭവത്തിൻ്റെ ഈ അക്രമത്തിൻ്റെ ആസൂത്രണം ഇയാളായിരുന്നു. രമ്യ ഇയാളുടെ ഭാര്യയാണ്. അപ്പോൾ സന്തോഷിനെ അതിൽ വളരെ വലിയൊരു പങ്കാളിത്തം ഉണ്ടായിരിക്കും. അങ്ങനെ സന്തോഷ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് ഇതൊരു ചേരി പ്രദേശമാണ്. ഈ ചേരി പ്രദേശത്തേക്ക് വളഞ്ഞു തിരിവുള്ള വഴികളും ഗല്ലികളുമൊക്കെയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് കയറി ഇയാളെ പിടിക്കാനുള്ള ശ്രമത്തിനിടെ ഇയാൾ ഓടി രക്ഷപ്പെട്ടാൽ പിന്നീട് അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പോലീസിനൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഇവരോട് നയത്തിൽ ചോദിക്കുന്നു, നിങ്ങൾ ഭർത്താവിനെക്കുറിച്ചുള്ള വിവരം ഞങ്ങൾക്ക് തന്നില്ല എങ്കിൽ നിങ്ങളുടെ കാര്യം വളരെ കഷ്ടത്തിലാകും. കാരണം ജീവിതകാലം മുഴുവൻ നിങ്ങൾ ജയിലിൽ കിടക്കും, ഭർത്താവ് പുറത്ത് വിലസി നടക്കും. കാരണം നേപ്പാളിയാണ്, അയാൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാവില്ല. അങ്ങനെ ഒരു ബ്രെയിൻ വാഷ് ചെയ്യുന്ന രീതിയിൽ പോലീസ് സംഘം ആ സ്ത്രീയോട് അന്വേഷിക്കുന്നു. അപ്പോൾ ഇവർ കാര്യം പറയാൻ തയ്യാറായി. ഈ വഴി കൂടി നേരെ കയറി ചെല്ലുന്ന വഴിയിൽ അവിടെ ഒരു വീട്ടിൽ മുറിയിൽ ഇയാൾ കിടന്നുറങ്ങുകയാണ്. അത് വിശ്വസിച്ച പോലീസ് സംഘം ഇവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നു. ഈ വീടിന് പുറത്തേക്ക് എത്ര വാതിലുണ്ട്? അപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വാതിൽ മാത്രമേ അങ്ങോട്ടേക്കുള്ളൂ. അപ്പോൾ ആ വാതിലിലൂടെ കയറി ഇടത്തെ സൈഡിലെ മുറിയിലാണ് ഇവർ കിടന്നുറങ്ങുന്നത്, ഇയാൾ കിടന്നുറങ്ങുന്നത് എന്നുള്ള വിവരം പോലീസിന് ഇവർ കൊടുത്തു. അത് വിശ്വസിച്ച് ഈ ജനമൈത്രി പോലീസ്, ഈ കോയമ്പത്തൂർ SHO ഇവർക്കൊരു തമിഴും മലയാളവും ഹിന്ദിയും എല്ലാം സംസാരിക്കുന്നൊരു പോലീസുകാരനെ സഹായിയായി വിട്ടുകൊടുത്തിരുന്നു. അയാളെയും ജനമൈത്രി പോലീസിൽ നിന്നുള്ള ഒരാളെയും ഇവരെ ഏൽപ്പിച്ചതിന് ശേഷം ഈ പോലീസ് സംഘം ആ ഒരു വീട് ലക്ഷ്യമാക്കി മുന്നോട്ട് പോയി. മുന്നോട്ട് പോകുന്ന വഴിക്ക് എതിർവശത്തായിട്ട് ഒരു ആചാനബാഹുവായ ഒരു മനുഷ്യൻ നടന്നു വരുന്നുണ്ടായിരുന്നു. ഈ നടന്നു വന്ന ആളുടെ മുഖത്ത് ഇവരെ കണ്ട ഉടനെ ഒരു പ്രത്യേക ഭാവമുണ്ടായി. ഒരു പേടിയും ആശ്ചര്യവും ഒക്കെ കലർന്ന ഒരു മുഖഭാവം. അത് കണ്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ അലക്സാണ്ടർ തങ്കച്ചൻ എന്ന കിളികൊല്ലൂർ SI ഒന്നും ചിന്തിക്കാതെ നേരെ ഇയാളെ ചാടിക്കേറി വീണു ഇയാളുടെ മേത്തേക്ക്. അങ്ങനെ ചാടിക്കേറി കീഴ്പ്പെടുത്തുന്നത് വരെ അത് സന്തോഷാണെന്നൊരു സൂചന പോലും ഇവർക്കില്ല. ഇയാളുടെ മുഖത്തുണ്ടായ ഒരു ഭാവവ്യത്യാസം കണ്ട് ചാടി വീണതാണ്. പെട്ടെന്ന് തന്നെ കോയമ്പത്തൂരിൽ നിന്ന് ആ ഒരു കോളനിയിൽ നിന്ന് ആളുകൾ സംഘടിച്ചെത്തുകയും തങ്ങളുടെ കോളനിക്കുള്ളിൽ വന്ന് ഒരാളെ ആരോ ആക്രമിക്കുന്നു. കാരണം മഫ്തിയിലാണ് ഇവരുള്ളത്, പോലീസിന്റെ വേഷത്തിലല്ല. ഇവരെല്ലാവരും കൂടെ പോലീസ് സംഘത്തെ ആക്രമിക്കാൻ തുടങ്ങി. പെട്ടെന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന തമിഴ് അറിയാവുന്ന ഉദ്യോഗസ്ഥൻ വിളിച്ചു പറയുന്നു, ഞങ്ങൾ പോലീസാണ്. എന്നിട്ട് ഇവർ വിടാൻ തയ്യാറായില്ല, പോലീസുകാരെ എടുത്ത് അലയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ അലക്സാണ്ടർ തങ്കച്ചൻ ഒടുവിൽ തൻ്റെ കയ്യിൽ നിന്ന് റിവോൾവർ ഉണ്ടായിരുന്നു, അയാൾ അത് പുറത്തെടുത്ത് മുകളിലേക്ക് ചൂണ്ടുകയും ആൾക്കാരെ പറഞ്ഞു മനസ്സിലാക്കി ഇത് കേരളത്തിൽ നിന്ന് ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് കൂടിയ പ്രതികളാണ് ഇവർ, അതുകൊണ്ട് തന്നെ നിങ്ങൾ അന്വേഷണത്തോട് ഞങ്ങളോട് സഹകരിക്കണമെന്ന് പറയുകയും തൊട്ടടുത്ത നിമിഷം ഈ പോലീസുകാരെ തല്ലിക്കൊണ്ടിരുന്ന നാട്ടുകാരെല്ലാവരും കൂടി ഇയാളെ എടുത്തിട്ട് ഇടിക്കാൻ തുടങ്ങി. ഈ അടിയിൽ കിടക്കുന്ന സന്തോഷിനെ പോലീസുകാർ പരമാവധി വട്ടം പിടിച്ചിട്ടും ഈ തമിഴന്മാരെല്ലാവരും കൂടി ഇയാളെ എടുത്തിട്ട് ഇടിച്ചു. അങ്ങനെ അവരിൽ നിന്ന് ഒരു വിധത്തിൽ രക്ഷിച്ച് ഇത് സന്തോഷാണെന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തി സന്തോഷിനെയും രമ്യയെയും തിരികെ കൊല്ലത്തേക്ക് എത്തിച്ചു. ഇതാണ് അതിൻ്റെ പ്രകാരം അതിൻ്റെ തുടർ നടപടികൾ, നിയമ നടപടികൾ എന്താണെന്നറിയില്ല. കാരണം 2010 ജനുവരി 31 നടന്നൊരു സംഭവമാണ്. അതിനുശേഷം എന്തായാലും കാഠ്മണ്ഡുവിലേക്കാണോ കോയമ്പത്തൂരിലേക്കാണോ പോയെന്ന സംശയത്തിന് അവിടെ അന്ത്യമായി. കാഠ്മണ്ഡുവിലേക്ക് പോയിരുന്നുവെങ്കിൽ ഇതിനേക്കാളും ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു സിനിമാക്കഥ തന്നെ കിട്ടുമായിരുന്ന ഒരു കേസാണ് ഈ കൊല്ലത്ത് പട്ടത്താനത്ത് റേച്ചൽ ലൂക്ക് എന്ന വയോധികയെ കൊലപ്പെടുത്തിയ സംഭവം.